അതാണ് ആൾക്കാരുടെ പ്രശ്നം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഷോർട്ട് ടേം ആയിട്ടുള്ള നീഡ്സിലേക്കാണ് എല്ലാവരും ലീൻ ചെയ്യുന്നത്. പ്ലാനിങ് ഇല്ലായ്മയാണ് അവിടുത്തെ പ്രശ്നം. തീമാറ്റിക് ഫണ്ട്സ് അല്ലെങ്കിൽ സെക്ടോറിയൽ ഫണ്ട്സ് എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സൈസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉള്ളവർക്കാണ് അനുയോജ്യമായിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ 10,000 റുപ്പീസിൻ്റെ ഒരു SIP അല്ലെങ്കിൽ 25,000 SIP അല്ലെങ്കിൽ ഒരു ലെസ് ദാൻ ഒരു 1 CR ലെസ് ദാൻ ആയിട്ടുള്ള ഒരു തീമാറ്റിക് ഫണ്ട്സ് ഒന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് നോമിനിക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ആർക്കാണോ കിട്ടേണ്ടത് അയാളെയാണ് പിടിച്ച് നമ്മൾ നോമിനി ആക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല എന്നുള്ളതാണ്. നോമിനിക്ക് പ്രത്യേകിച്ച് ഒരു പവറും ഇല്ല. ഇപ്പം നമ്മൾ സംസാരിച്ചതിലൊക്കെ നമ്മൾ 5 years എബവ് അല്ലെങ്കിൽ 7 yearsലേക്കെങ്കിലും മിനിമം നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഫണ്ടുകളെ കുറിച്ചാണ് കൂടുതലും ഫോക്കസ് ചെയ്ത് സംസാരിച്ചത്. വാട്ട് ഇഫ് അവർക്ക് ഈ 3 വർഷത്തിനുള്ളിലുള്ള ലക്ഷ്യങ്ങളാണുള്ളത്, പെട്ടെന്ന് ഫണ്ട് എക്സിറ്റ് ആവേണ്ട ഒരു സാഹചര്യമാണുള്ളതെങ്കിൽ ഡെപ്റ്റ് ഫണ്ട് കൂടാണ്ട് നമുക്ക് ഏതൊക്കെ ഫണ്ടുകളിൽ പ്രിഫർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്? നമുക്ക് ഡെപ്റ്റ് ഫണ്ടിൽ തന്നെ ഫോക്കസ് ചെയ്യണം. ഇപ്പം അതാണ് ആൾക്കാരുടെ പ്രശ്നം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഷോർട്ട് ടേം ആയിട്ടുള്ള നീഡ്സിലേക്കാണ് എല്ലാവരും ലീൻ ചെയ്യുന്നത്. പ്ലാനിങ് ഇല്ലായ്മയാണ് അവിടുത്തെ പ്രശ്നം. നമുക്ക് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞ് ജനിക്കുമ്പോഴേ അയാൾക്കറിയാം 15 വർഷം കഴിയുമ്പോഴത്തേക്ക് ആ കുഞ്ഞിന് അതിന് 15-18 വർഷം കഴിയുമ്പോഴത്തേക്ക് ആ കുഞ്ഞിന് വേണ്ട എഡ്യൂക്കേഷൻസും ഹയർ എഡ്യൂക്കേഷൻസിനൊക്കെ എക്സ്പെൻസ് വരും. പക്ഷേ അപ്പോൾ ചെയ്യത്തില്ല. അതിന് ഈ 3 വർഷം വരെ വെയിറ്റ് ചെയ്യും. പിന്നെയാണ് ആലോചിക്കുന്നത് അതിന് എന്ത് ഓപ്ഷൻസ് ഉള്ളതാണ്. ഓപ്ഷൻസ് ലിമിറ്റഡ് ആണ്. അങ്ങനെ വരുമ്പോൾ വളരെ കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ. കാരണം നമുക്ക് ആ ഒരു ബാൻഡ് വിഡ്ത്ത് ഇല്ല. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന എപ്പോഴും റിവാർഡും റിസ്ക്കുമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് റിസ്ക് എടുക്കുമ്പോൾ ഓപ്ഷൻസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ട്രഡീഷണൽ ഓപ്ഷൻസേ നമുക്കുള്ളൂ, ഡെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള. അവിടെ പോകുമ്പോൾ നമ്മൾ FD ഒക്കെയാണ് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ്, മ്യൂച്വൽ ഫണ്ടിൻ്റെ കോമ്പറ്റീറ്റേഴ്സ്. അങ്ങനത്തെ ഓപ്ഷൻസേ കൂടുതലുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് ഇക്വിറ്റി നമുക്ക് അറിയാം. അതിന് പല രീതിയിൽ അപ്രോച്ച് ചെയ്യാം അതിനെ. ആ ഇക്വിറ്റി ചെറിയൊരു പോർഷൻ, അല്ലാതെ കൂടുതൽ പോർഷൻ നമുക്ക് ഒരു കാരണവശാലും ഇക്വിറ്റി എന്നുള്ളത് കൺസിഡർ ചെയ്യാനേ പറ്റുന്ന ഒരു പോർഷൻ അല്ല. ഡെപ്റ്റ് തന്നെയാണ് അതിനകത്ത് സൊല്യൂഷൻ. ഓക്കെ, നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യേണ്ടത്? നമ്മളത് ചെയ്യണമല്ലോ. നമ്മൾ ഏതിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് റിവ്യൂ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ ഏത് സമയത്തൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യേണ്ടത്? അത് റീബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? റിവ്യൂ ചെയ്യുന്നത് നമ്മൾ സ്റ്റോക്സ് പോലെ അങ്ങനെ നമ്മൾ ഭയങ്കര ചെയ്യണം എന്നും പറഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും ഇരുന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു 6 to 8 months നമുക്ക് ഒന്ന് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ 1 year ആകുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് 1 year നമ്മൾ റിവ്യൂ ചെയ്യണം. നമുക്ക് എന്തെങ്കിലും റീബാലൻസിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റീബാലൻസിങ് ചെയ്യണം. പക്ഷെ പല ആൾക്കാരും ഫണ്ട് ലെവലിൽ തന്നെ നിൽക്കും. റീബാലൻസിങ് എന്ന് പറയുന്നത് ഫണ്ട് ലെവലല്ല. അതെന്ന് പറയുന്നത് അസറ്റ് കാറ്റഗറി അല്ലെങ്കിൽ അസറ്റിൻ്റെ പെർസെൻറ്റേജ് അലോക്കേഷൻ ബേസിസിലാണ്. അസറ്റ് അലോക്കേഷനാണ് നമ്മൾ റീബാലൻസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആ ഒരു വർഷം മിഡ് ക്യാപ്പ് നല്ലോണം പെർഫോം ചെയ്തെന്ന് കരുതുക. ഇപ്പോൾ നമ്മൾ എന്തോ ചെയ്യും, ഒരു ജനറലി ആൾക്കാർ മിഡ് ക്യാപ്പ് നല്ലോണം നമുക്ക് റിട്ടേൺ തന്നു, മിഡ് ക്യാപ്പിൽ തന്നെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നമുക്കൊരു ഇത് പോകും. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. മിഡ് ക്യാപ്പ് കൂടുതൽ പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മോൾ ക്യാപ്പും ലാർജ് ക്യാപ്പും അപ്പം താഴോട്ട് ലെവലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ലോങ് ടേമിലേക്ക് എടുത്തു, നമ്മളൊരു 40 to 50% മിഡ് ക്യാപ്പ് കൺസിഡർ ചെയ്യുന്നു വിചാരിക്കാം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ. 30% സ്മോൾ ക്യാപ്പിലും 20% നമ്മൾ ലാർജ് ക്യാപ്പിലുമാണ് നമ്മൾ അലോക്കേഷൻ കൊടുത്തത്. അപ്പോൾ 50% കഴിഞ്ഞ് ആ വർഷം നല്ല പെർഫോമൻസ് ആണ് മിഡ് ക്യാപ്പ് തന്നതെന്നുണ്ടെങ്കിൽ അത് 50 എന്നുള്ളത് ഒരു 55 60 ആയി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ അതിൻ്റെ അലോക്കേഷൻ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ പുതിയ ഫണ്ട് വരുമ്പോഴത്തേക്ക് സ്മോൾ ക്യാപ്പിലേക്കോ ലാർജ് ക്യാപ്പിലേക്കോ എവിടെയാണോ നമ്മുടെ ആദ്യത്തെ പ്ലാൻ അനുസരിച്ച് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വേണം അലോക്കേഷൻ കൊടുക്കാൻ വേണ്ടി. ഈ അലോക്കേഷൻ കൃത്യമായി കൊടുക്കുന്നിടത്താണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു സംശയമുള്ളത്, ഈ പറഞ്ഞ പോലെ തന്നെ മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് അങ്ങനെ ഒരു പെർട്ടിക്കുലർ സെക്ടറിൽ മാത്രം അല്ലെങ്കിൽ കമ്പനീസിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന തീമാറ്റിക് അല്ലെങ്കിൽ സെക്ടറൽ ഫണ്ട്സുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഈ സെക്ടറൽ ഫണ്ട്സ് അല്ലെങ്കിൽ തീമാറ്റിക് ഫണ്ട്സ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കണം. അതും പൊതുവെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഹയർ റിട്ടേൺസ് തരുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അത്തരം ഫണ്ടുകൾ ചൂസ് ചെയ്യാൻ ഏത് തരം ഇൻവെസ്റ്റേഴ്സിനാണ് കൂടുതൽ ക്യാപ്പബിൾ എന്നാണ് തോന്നിയിട്ടുള്ളത്? തീമാറ്റിക് ഫണ്ട്സ് അല്ലെങ്കിൽ സെക്ടോറിയൽ ഫണ്ട്സ് എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സൈസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉള്ളവർക്കാണ് അനുയോജ്യമായിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ 10,000 റുപ്പീസിൻ്റെ ഒരു SIP അല്ലെങ്കിൽ 25,000 SIP അല്ലെങ്കിൽ ഒരു ലെസ് ദാൻ ഒരു 1 CR ലെസ് ദാൻ ആയിട്ടുള്ള ഒരു തീമാറ്റിക് ഫണ്ട്സ് ഒന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. അതിന് മുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സൈസ് പോകുന്ന ഒരാൾക്ക് ഒരു 10% to 15% മാത്രം തീമാറ്റിക്കൽ ഫോക്കസ് ചെയ്താൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നല്ല സൈഡാണ് പറഞ്ഞത്, ഇതിന് ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്. തീമാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സെക്ടറിൽ വരുന്ന
ഒരു നല്ല ഗുണങ്ങൾ അതിനെ നല്ലതായിട്ട് വരും, അതേപോലെ തന്നെ അതിൻ്റെ ഒരു എന്താണ് മോശവശങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ജനറിക് ആവുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് തീമാറ്റിക് ഒറ്റ ഒരു ഫോക്കസിനെക്കാട്ടിലും ജനറിക്, കാരണം ഇതിൻ്റെ ഒരു എക്സ്പോഷർ അവിടെ ജനറിക് ഫണ്ട്സിനകത്തും ഉണ്ട്. ജനറിക് എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രോഡ് ബേസിൽ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നുള്ളതിനകത്ത് ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് അവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ നല്ല കമ്പനീസ് അവിടെയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീമാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. ഒരു കാരണവശാലും പുതിയൊരു ഇൻവെസ്റ്റർ ഒരു കാരണവശാലും തീമാറ്റിക് ഫണ്ട്സോ സിസ്റ്റമാറ്റിക് ഫണ്ട്സോ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇതിൻ്റെ ചാർട്ട് നോക്കുമ്പോഴത്തേക്ക് ചില തീമാറ്റിക് ഫണ്ട്സ് ആയിരിക്കും ജനറിക് ഫണ്ട്സിനെക്കാട്ടിലും പെർഫോം ചെയ്യാൻ. റിട്ടേൺ ബേസിസ്, ഒരു വർഷത്തെ റിട്ടേൺ ഒക്കെ എടുത്ത് നോക്കും, 3 വർഷത്തെ റിട്ടേൺ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെയാണ് ആൾക്കാർ ഇതിനകത്തോട്ട് ജമ്പ് ചെയ്ത്. അത് തികച്ചും എന്താണ്, അത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇനി പലരും ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ്, അതായത് എക്സിറ്റിനെ കുറിച്ച്. അതായത് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമാണ് എപ്പോഴും സംസാരിക്കുന്നത്. എപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ഈ പറയുന്ന പെർട്ടിക്കുലർ ഇയേഴ്സ് കഴിഞ്ഞിട്ട് എക്സിറ്റ് ആകുമ്പോൾ, അത് SIP ആണെങ്കിലും ലംസം ആണെങ്കിലും എക്സിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എക്സിറ്റ് ആകുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യേണ്ട എക്സിറ്റ് ലോഡ് പോലുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് ചോദ്യം എപ്പോൾ എക്സിറ്റ് ആവണമെന്നുള്ളതാണ്. എക്സിറ്റ് ആവേണ്ട ഒറ്റ ഒരു ഇതേ ഉള്ളൂ, നമ്മൾ എന്തിനു വേണ്ടിയാണോ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ആണ് അതിനകത്തൊരു ഇമ്പോർട്ടൻസ് വരുന്നത്. ആ ഗോൾ വരുമ്പം നമ്മൾ എക്സിറ്റ് ആവുക. അപ്പോൾ അതിൻ്റെ വാല്യൂ നോക്കി, അല്ലെങ്കിൽ വാല്യൂ കുറവാണോ കൂടുതലാണോ ഇങ്ങനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ അതിൻ്റെ ഗോൾ വരുന്നത് അതിന് വേണ്ടുള്ള അലോക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുക. പക്ഷേ ആ ഗോൾ വരുമ്പോഴാണ് നമ്മൾ എക്സിറ്റ് ആവേണ്ടത്. ഇനി എക്സിറ്റ് ലോഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇക്വിറ്റി ഫണ്ട്സിനകത്ത് വരുന്ന കൂടുതലും ഒരു 1 ഇയറിന് മാത്രമേ എക്സിറ്റ് ലോഡ് ഉള്ളൂ. 1 ഇയറിന് ശേഷം നമുക്ക് എപ്പോൾ എക്സിറ്റ് ആയാലും എക്സിറ്റ് ലോഡുകൾ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒന്നാമത് 3 മുതൽ 5 വർഷത്തേക്കാണ് ആ ഒരു ഫണ്ട് നമ്മൾ ഇടുന്നത്. ഒരു വർഷം എന്ന് പറയുന്നത് അതിനകത്ത് അത് എല്ലാ ഫണ്ട്സിനും ഇല്ല. ചില ഫണ്ട്സ്, കൂടുതലും ഫണ്ട്സിന് പറഞ്ഞതേ ഉള്ളൂ. ചില ഫണ്ട്സിന് 15 ഡേയ്സ് 30 ഡേയ്സ് ഒക്കെ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷേ ഈ എക്സിറ്റ് ലോഡ് 1%, അതും ജനറലി 1% ആണ്. പല ഫണ്ടുകൾക്കും പലതാണ്. അപ്പോൾ ആ എക്സിറ്റ് ലോഡ് അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് എപ്പോഴും നമ്മുടെ ഗോൾ എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഗോൾ എത്തുമ്പോൾ ഇറങ്ങുക. അതിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഗോൾ എന്നാണോ അച്ചീവ് ചെയ്യുന്നത് അന്ന് നമ്മൾ ഇറങ്ങുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ നമ്മൾ എക്സിറ്റ് ആവുന്ന സമയത്ത് ഇപ്പോൾ SIPയുടെ കാര്യം ഞാൻ ചോദിക്കുന്നത്, സംശയമായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ SIP ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5 വർഷത്തേക്ക് നമ്മൾ SIP ഇട്ടു, ആൻഡ് 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എക്സിറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്ക് എക്സിറ്റ് ആവുന്ന സമയത്ത് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ആ ഫണ്ടും പ്ലസ് ആ റിട്ടേൺസും കൂടെ വരികയാണ് ചെയ്യുക. അങ്ങനെയല്ലേ വരുന്നത്? അത് നമുക്ക് അതിൻ്റെ അകത്ത് പിന്നെ വേറെ തലവേദന ഒന്നുമില്ല. ജസ്റ്റ് അപ്പോൾ ആ എക്സിറ്റ് ആകുന്നതിൻ്റെ പ്രൊസീജിയർ എന്താ? ഐ മീൻ SIP സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ നിർത്തിയിട്ട് നമ്മൾ എക്സിറ്റ് ആവുകയാണ് എന്നുള്ളതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് വരുന്നത്? SIP സ്റ്റോപ്പ് ചെയ്തിട്ട് നിർത്താൻ ഫസ്റ്റ് നമ്മൾ SIP സ്റ്റോപ്പ് ചെയ്യണം. SIP അത് നമ്മൾ ഫണ്ട് ഹൗസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഡയറക്റ്റ് ആപ്പുകൾ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഫർദറായിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ SIP എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ മാത്രമാണ്, അല്ല അതിന് വേറെ സാങ്ക്ടിറ്റി ഒന്നുമില്ല. ഇനി നമ്മളിപ്പോൾ ഒരു 10 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 10 വർഷത്തേക്കാണ് നമ്മൾ SIPയുടെ ഡേറ്റ് കൊടുത്തത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ SIP 10 വർഷം കഴിയുമ്പോൾ നിൽക്കും. ഇനി അതല്ല, നമ്മൾ 40 ഇയേഴ്സിലേക്കാണ് ഇപ്പോൾ മാക്സിമം കൊടുക്കാൻ പറ്റുന്നത്. 40 ഇയേഴ്സിലേക്ക് നമ്മൾ കൊടുക്കാം. അങ്ങനെ കൊടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് 10 വർഷമാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റിഡംഷൻ അന്നേരം തന്നെ വേണമെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് റിഡീം ചെയ്യാം. റിഡീം ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിറ്റി ഫണ്ട്സ് ആണെങ്കിൽ സെക്കൻഡ് ഡേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഡിമാറ്റ് അക്കൗണ്ടിൽ നമുക്ക് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാനും പറ്റും. ഈ പ്രോസസ്സായിട്ട് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ്ലി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് 2 ദിവസത്തിനുള്ളിൽ ക്രെഡിറ്റ് ആവും. സിമ്പിൾ പ്രൊസീജിയറാണ്. യെസ്. പിന്നെ ഉള്ളത്, നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് മരണം സംഭവിക്കുകയാണെങ്കിൽ അവരുടെ നോമിനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോമിനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ടോ? നോമിനി ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. നമ്മൾ എപ്പോഴും നമ്മൾ ആദ്യമേ തന്നെ ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നോമിനിയെ നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അത് ഓപ്റ്റ് ചെയ്ത് പോകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നോമിനി പലരുടെയും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് നോമിനിക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ആർക്കാണോ കിട്ടേണ്ടത് അയാളെയാണ് പിടിച്ച് നമ്മൾ നോമിനി ആക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല എന്നുള്ളതാണ്. നോമിനിക്ക് പ്രത്യേകിച്ച് ഒരു പവറും ഇല്ല. നോമിനിക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ ഇതിനകത്തുനിന്ന് റിഡീം ചെയ്ത് അത് ലീഗൽ ഹയേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് നോമിനിയുടെ പണി. അപ്പോൾ നമുക്ക് ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ലീഗൽ ഹയേഴ്സിന് അതിൻ്റെ ലീഗൽ റേഷ്യോയിൽ പോവുക എന്നുള്ളതാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോമിനിക്ക് എക്സ്ട്രാ പണിയാണ് വരുന്നത് ആക്ച്വലി. അപ്പോൾ നമ്മൾ നോമിനി ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട്
നമ്മളതിനെ ഇല്ല. നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് അയാൾക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നോമിനിയെ ആഡ് ചെയ്യേണ്ടത് മാത്രം കാര്യമില്ല. നമ്മൾ ബില്ലിലേക്കോ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ആ പർട്ടിക്കുലർ ആൾക്ക് കിട്ടത്തുള്ളൂ. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നോമിനി ചിലപ്പോൾ നോമിനി ഒരു ലീഗൽ ഹെയർ ആവാം. അപ്പോൾ ആ ലീഗൽ റേഷ്യോയിൽ ആ പെർസെൻറ്റേജ് പുള്ളിക്കാരന് കിട്ടും, അല്ലെങ്കിൽ പുള്ളിക്കാരത്തേക്ക് കിട്ടും. ബാക്കിയുള്ളവർക്ക് കൊടുക്കണം. പക്ഷേ പലരും ഇത് അൺഅവെയറാണ്. നോമിനിക്ക് കിട്ടുന്നു, ബാക്കി ലീഗൽ ഹെയർസ് ചോദ്യം ചെയ്യാറില്ല. അങ്ങനെ ഒരു ഫാമിലി സ്ട്രക്ചറിൽ അങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളത്. പക്ഷെ ആർക്കെങ്കിലും ചോദ്യം ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ നോമിനി അങ്ങനെ വെക്കുകയല്ല ചെയ്യേണ്ടത്. നോമിനി എന്നുള്ളത് ഒരു ട്രാൻസാക്ഷൻ, മ്യൂച്വൽ ഫണ്ടിന് അല്ലെങ്കിൽ ബാങ്കുകൾക്കൊക്കെ ഒരു ട്രാൻസാക്ഷൻ ഈസിനെസ്സിന് വേണ്ടി നോമിനി വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നോമിനി എന്ന് പറയുന്നത് എൻറ്റയർലി പോകുന്നില്ല. അങ്ങനെയാണ് വരുന്നത്. ഇനി അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അതായത് ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പൈസ പോകുമോ എന്ന് പേടിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ച് വർഷം കൊണ്ട് ഇട്ടിട്ട് നെഗറ്റീവ് റിട്ടേൺസ് കണ്ടിട്ട് നിരാശപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള നിക്ഷേപകരോടും സാധാരണക്കാരായിട്ടുള്ള ആളുകളോടും എന്താണ് പറയാനുള്ളത്? അവർക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മാർക്കറ്റിൽ നമ്മൾ സാധനം മേടിക്കാൻ പോകുന്നു. ആ സാധനം മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് ഒരു 1000 രൂപയുടെ സാധനം നമുക്ക് 750 രൂപയ്ക്ക് മേടിക്കാൻ നമുക്ക് അവസരം കിട്ടുവാണ്. നമ്മൾ മേടിക്കുമോ ഇല്ലയോ, ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്, സെൽഫായിട്ട് ചോദിക്കേണ്ടത്. നമ്മൾ മേടിക്കുമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെസ് ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് ഇപ്പോൾ മേടിക്കുന്നത്. ഇന്ത്യൻ എക്കോണമിയെ നോക്കുക. ഇന്ത്യൻ എക്കോണമിയെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കീപ്പ് ഇൻവെസ്റ്റിംഗ്. അപ്പോൾ നാളെ ഇതിൻ്റെ വില 1000 കഴിഞ്ഞ് 1000, 1200, 1500 പോകാനുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾ ഇന്ത്യൻ എക്കോണമിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 750 രൂപയ്ക്ക് നിങ്ങൾ മേടിക്കുക. കാരണം ഇപ്പം ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് നിങ്ങളിപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു റിട്ടേൺ അല്ല, അതല്ല 3 വർഷത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ അല്ല. ഒരു ലോങ് ടേമിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ടൈം ഗോ ഇൻവെസ്റ്റിംഗ്. യെസ്, താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ലോങ് ടേമിലേക്കാണ് മ്യൂച്വൽ ഫണ്ട് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് റിട്ടേൺസ് എപ്പോഴും ഹിസ്റ്ററിയിലാണെങ്കിലും നൽകിയിട്ടുള്ളത്. CAGR റിട്ടേൺസ് നോക്കുകയാണെങ്കിലും ഒരു 5 വർഷത്തിന് മുകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കാണ് നിക്ഷേപകരെ സംബന്ധിച്ച് തൃപ്തിപ്പെടുത്തുന്ന ഒരു റിട്ടേൺ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ പറയുന്ന 3 വർഷത്തിനുള്ളിലേക്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഏതായാലും ET ടോക്സിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.